രണ്ടുപേർക്കും അവധിയുള്ള ദിവസമാണ് കേട്ടോ. അവധി ആയതുകൊണ്ട് വീട് പൊളിച്ചടുക്കി വെക്കുന്ന ലക്ഷണമാണ് ഇന്ന് കാണുന്നത്. കുറച്ചു നേരം പഠിച്ചു കഴിഞ്ഞപ്പോൾ ബോറടിക്കുന്നു മാവിന്റെ മേലെ കല്ലറി തുടങ്ങിയിട്ടുണ്ട് രണ്ടുപേരും കേട്ടോ. ഈ മാവിൽ ആദ്യമായിട്ട് 2 മാങ്ങ പിടിച്ചതാണ് കേട്ടോ. മാങ്ങ പിടിച്ചത് കണ്ടപ്പോൾ മുതലേ ഇവിടെ വന്ന് എന്നും നോക്കുമായിരുന്നു. ഇപ്പോൾ വിളഞ്ഞു നിൽക്കുവാണെന്ന് പറഞ്ഞിട്ടാണ് രണ്ടുപേരുടെയും ബഹളം. കല്ലെറിഞ്ഞ് വീഴ്ത്താനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. രണ്ടുപേരും കല്ലെറിയാൻ തുടങ്ങിയത്. തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ വണ്ടി കിടപ്പുണ്ട്. ഞാൻ പറയുന്നുണ്ട് ടാനി ഇറ്റൂസെ വണ്ടിയുടെ മേലിൽ വീഴുമെന്ന്. എന്നിട്ട് തിരിഞ്ഞ് എറിയാൻ തുടങ്ങിയിട്ടുണ്ട്. മിക്കവാറും ആ മാങ്ങ എറിഞ്ഞ് വീഴ്ത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ബഹളം. അപ്പം ഞാൻ അങ്ങോട്ട് എന്നിട്ട് പറഞ്ഞു, മക്കളെ പുതിയ മാവയിൽ കല്ലെറിയരുത്. കാര്യം എന്ന് വെച്ചാൽ പുതിയ മാവിൽ കല്ലെറിഞ്ഞ് മാവിനെ നോവിക്കാൻ പാടില്ല എന്നൊക്കെ ഒരു ഉടായ്പൊക്കെ അങ്ങ് പറഞ്ഞു നോക്കി കേട്ടോ. ഒരു രക്ഷയില്ല. പിന്നെ എറിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. മിക്കവാറും അതിനകത്ത് വണ്ടിയുടെ മേലെ കല്ല് വീണ് കഴിഞ്ഞാൽ അച്ചാച്ചി ഇവിടുന്ന് പുകച്ച് പുറത്തേ അടിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ ഞാൻ പറഞ്ഞു, ഇതൊക്കെ ഒരു ഈസിയുള്ള കാര്യമല്ലേ, ഞാൻ എത്രയോ മാങ്ങകൾ എറിഞ്ഞ് വീഴ്ത്തിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ ഗമയിൽ അവിടെ നിന്ന്. എന്നാൽ അമ്മ അങ്ങ് എറി എന്ന് പറഞ്ഞിട്ട് കല്ല് രണ്ടുപേരും പറക്കി തരാൻ ചുമ്മാ ഒന്ന് ഗുമ്മിന് വേണ്ടി പറഞ്ഞായിരുന്നു കേട്ടോ. സത്യത്തിൽ ഈ ഒത്തിരി മാങ്ങ നിൽക്കുന്ന മാവേലാണെങ്കിൽ നമുക്ക് കല്ലെറിഞ്ഞ് വീഴ്ത്തുമ്പോൾ ഏതെങ്കിലും ഒരു മാങ്ങയിൽ കൊണ്ടിട്ട് ആ മാങ്ങ വീഴാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതെങ്ങനെ വീഴ്ത്തുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. 2 എണ്ണം മാത്രമേ ഉള്ളൂ. എങ്ങനെ വീഴ്ത്തുമെന്ന് അറിയത്തില്ല. രണ്ടുപേരും കല്ല് പറക്കി തരലോടെ തരല്ല. അമ്മ എറി 10 എണ്ണമാണ് എറിയുമ്പോഴത്തേക്ക് കല്ലെറിഞ്ഞ് വീഴ്ത്തിയിരിക്കും. മാങ്ങ എറിഞ്ഞ് വീഴ്ത്തിയിരിക്കണം. തൊട്ടപ്പുറത്തെ മാവ് കണ്ടോ, ആ മാവിനകത്ത് തന്നെ ഒത്തിരി മാങ്ങ ഉണ്ട്. ഇങ്ങനെയുള്ള മാവിനകത്താണെങ്കിൽ എറിയാണെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടിട്ട് മാങ്ങ വീഴും. ഇതെങ്ങനെ വീഴ്ത്താനേ എനിക്ക് ഒരു പിടുത്തവും ഇല്ല. ഞാൻ കുറേ കല്ലെടുത്ത് എറിഞ്ഞു. അവർ കല്ലെറിയിലോടെ കല്ലെറി. പിന്നെ അവസാനം എന്നെ എറിയാൻ തുടങ്ങി കേട്ടോ. ഞാൻ ആ സമയം കൊണ്ട് അപ്പുറത്തെ വീട്ടിലെ മാവിൽ എറിയാൻ തുടങ്ങി. അവിടെ നിന്നെങ്കിലും ഒരു മാങ്ങ വീണിട്ട് ഇവർക്ക് കൊടുത്ത് സമാധാനപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ 2 എണ്ണം മാവ് ഉലുത്തല്, മാവിൻ്റെ മേലേക്ക് കയറല്, ആകെ ബഹളമായി. ഒരു രക്ഷയില്ല. ഇത് അടത്തിക്കഴിഞ്ഞാൽ രണ്ടുപേരും അടങ്ങുമെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. ഞാൻ പിന്നെ പോയി നമ്മുടെ പൊടിതട്ടിയുടെ കമ്പിയില്ലേ അത് എടുത്തിട്ട്, നല്ല നീളമുള്ള കമ്പിയാണ് കേട്ടോ. ആ കമ്പി എടുത്തുകൊണ്ട് അതിൻ്റെ മേലേക്ക് കയറിയിട്ട് ഒരെണ്ണം അടത്തിയിട്ടു. ഒരെണ്ണം നമ്മുടെ ലൈൻ കമ്പിയോട് ചേർന്ന് നിൽക്കുക. അതിനകത്ത് തൊട്ട് കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് മനസ്സിലാക്കിയ ഞാൻ പറഞ്ഞു, മക്കളെ ഇതിനകത്ത് തൊട്ട് കഴിഞ്ഞാൽ അമ്മയെ കറണ്ട് അടിച്ച് സത്ത് പോകുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രണ്ടുപേരും പറഞ്ഞു, എന്നാൽ വേണ്ട അമ്മ തൊടണ്ട, അതവിടെ പല്ലായാലും വേണ്ടില്ല, അതിനകത്ത് തൊടണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഒരെണ്ണം എടുത്തുകൊണ്ട് വന്ന് അതിൻ്റെ കറ ഉണ്ടായതുകൊണ്ട് ഞാൻ തന്നെ കഴുകിയിട്ട് കൈ കൊടുത്തു. അപ്പോൾ ഇങ്ങനെ വേണ്ട അമ്മ, ഞങ്ങൾക്ക് മുളകും ഉപ്പും ഒക്കെ ഇട്ട് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ വറ്റൽമുളകും ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ എല്ലാം എടുത്തിട്ട് മിക്സിയിലൊക്കെ ഒന്ന് അടിച്ചിട്ട് കൊണ്ടുവന്നു കേട്ടോ. എന്നിട്ട് സൈഡൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിനകത്തേക്ക് ഈ മുളകും വറ്റൽമുളക് പൊടിച്ചതാണ് കേട്ടോ. അത് വറ്റൽമുളകും അതുപോലെ തന്നെ ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ചേർത്തിട്ട് അത് വെള്ള തുണിയിലേക്ക് അങ്ങ് പൊതിഞ്ഞു. നന്നായിട്ട് അങ്ങോട്ട് പൊതിഞ്ഞിട്ട് നല്ലൊരു പാറക്കല്ല് കണ്ടുപിടിച്ച് അതിനകത്ത് അങ്ങോട്ട് അങ്ങോട്ട് തുടങ്ങി കേട്ടോ. നന്നായിട്ട് ചതച്ച് അങ്ങ് എടുത്തു. അങ്ങനെ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളങ്ങനെ കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുള്ള ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇഷ്ടമുള്ളത് ലൈക്ക് ചെയ്യണം കേട്ടോ. ഈ പ്രവാസികൾക്കും അങ്ങനെ നാട്ടിലില്ലാത്തവർക്കൊക്കെ ഒത്തിരി മിസ് ചെയ്യും സംഭവം അല്ലേ. അപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ആ മുളക്. ഇങ്ങനെ തന്നെ വറ്റൽമുളക് തന്നെ എടുക്കണം കേട്ടോ. ആ മുളക് ഇങ്ങനെ അടിച്ച് കഴിക്കുന്നതാണ് സൂപ്പർ ടേസ്റ്റ് കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിള്ളേർ വഴക്കുണ്ടാക്കിയാൽ എന്താ എനിക്കും കഴിക്കാൻ പറ്റും. നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം ഇങ്ങനെ കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. താങ്ക്